നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ജൂൺ 27 നടന്ന LDC എക്സാമിൻ്റെ തിരുവനന്തപുരം നടന്ന LDC എക്സാമിൻ്റെ റിലേറ്റഡ് ഫാക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. SCERT ടെക്സ്റ്റിലെ കണ്ടൻറ്റാണ് നമ്മൾ യൂസ് ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക കേട്ടോ. ഇത് സെക്കൻഡ് പാർട്ടാണ്. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇതിൽ നോക്കാനുള്ളത്. നോക്കാം. ആദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? എന്താണ് ചോദ്യം? ശരിയായിട്ടുള്ളത്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനായി റിലേറ്റ് ചെയ്ത് ശരിയായിട്ടുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ഇത് രൂപീകരിച്ചത് 1953 അത് ശരിയാണോ? 1953 രൂപീകരിച്ചത്. ശരിയാണ് അല്ലേ? ഇനി എന്താണ്? ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഷാ കമ്മീഷൻ എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു. അത് തെറ്റാണ്. ഇനി ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ശരിയാണ്. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രയാണ്. അത് ശരിയാണോ? അതും ശരിയാണ്. അപ്പോൾ ഏതാ ഓപ്ഷൻ വരുന്നത്? നമ്മളോട് ശരിയായിട്ടുള്ളതാണ് 1, 3, 4 അല്ലേ? 1, 3, 4. SCERTയിൽ എന്താ പറയുന്നത് നോക്കാം. ഓക്കെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം നാം ചർച്ച ചെയ്തല്ലോ. ഓക്കെ. ഇവിടങ്ങളിലെ ജനങ്ങൾ അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രശ്നം ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഒരു നാട്ടുരാജ്യത്ത് തന്നെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. അതിനാൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നു. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ തന്നെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. ഇനി, സ്വാതന്ത്ര്യാനന്തരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു. തെലുങ്കു സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി സ്വാതന്ത്ര്യ സമര സേനാനിയായ പോറ്റി ശ്രീരാമുലു നിരാഹാര സമരം തുടങ്ങി. അപ്പം തെലുങ്കു സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പോറ്റി ശ്രീരാമുലു ആണ്. 58 ദിവസത്തെ നിരാഹാര സമരം. എത്ര ദിവസം? 58 ദിവസമാണ്. നിരാഹാര സമരത്തെ തുടർന്ന് അദ്ദേഹം മരണമടഞ്ഞു. ഇത് പ്രക്ഷോഭം രൂക്ഷമാക്കി. തുടർന്ന് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്രാപ്രദേശ് സംസ്ഥാനം 1953 രൂപീകരിച്ചു. നമ്മൾ കണ്ടല്ലേ? 1953 രൂപീകരിച്ചത്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം വേണമെന്ന ആവശ്യം ഇതിനെ തുടർന്ന് ശക്തമായി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ആ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. HN കുൻസ്രുവും മലയാളിയായ KM പണിക്കരായിരുന്നു മറ്റംഗങ്ങൾ. ഇപ്പോൾ ഫസൽ അലി അധ്യക്ഷനും HN കുൻസ്രുവും KM പണിക്കരുമായിരുന്നു മറ്റ് അംഗങ്ങൾ. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കി. അപ്പോൾ പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് എന്നാണ്. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയത് എന്നാന്ന് ചോദിച്ചാൽ അത് 56 എന്നാണ്. 56. ഓക്കെ. അത് പ്രകാരം എത്രയാ? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. അപ്പോൾ ഇത് പഠിക്കണോട്ടെ. ഈ അണ്ടർലൈൻ ചെയ്തത് മാത്രം നിങ്ങളൊന്ന് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ. അത് എന്തൊക്കെ പഠിച്ചു നമ്മൾ? 1920 നാഗ്പൂർ സെക്ഷനിൽ. പിന്നെ പോറ്റി ശ്രീരാമുലു എത്ര ദിവസം? 58 ദിവസത്തെ നിരാഹാരം. പിന്നെ ആന്ധ്രാപ്രദേശ് 1953 വന്നത്. അധ്യക്ഷൻ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലി ആയിരുന്നു. പിന്നെ HN കുൻസ്രുവും KM പണിക്കരും, മലയാളിയായ KM പണിക്കരുമായിരുന്നു മറ്റംഗങ്ങളായിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇതിൻ്റെ നിയമം പാസ്സാക്കിയത് എന്നാണ് 56 അല്ലേ? പാർലമെൻറ്റ് പാസ്സാക്കിയത് 56 ആ സമയത്ത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് നിലവിൽ വന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ശരിയാണോ? ഒന്നാമത്തെ ശരിയല്ല, തെറ്റാണ് അല്ലേ? സ്ട്രാറ്റോസ്ഫിയർ അല്ല ഏറ്റവും താഴെയുള്ള പാളി. ഇനി നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണ്. നൈട്രസ് ഓക്സൈഡ് അത് ശരിയാണ്. ഇനി ഗ്രാനൈറ്റ് ഒരു തരം അവസാദ ശിലയാണെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല, അതും തെറ്റാണ്. പിന്നെ അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അത് ശരിയാണ്. അപ്പം തെറ്റായത് കണ്ടുപിടിക്കുക. ഏതാ തെറ്റായത്? 1ഉം 3ഉം അല്ലേ? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, നമുക്ക് ആദ്യം ശിലകളെ പറ്റിയിട്ട് പഠിക്കാം. ശിലയെ പറ്റി പഠിക്കുന്നത് എന്തിനാ? ഗ്രാനൈറ്റിൻ്റെ ആൻസറിന് വേണ്ടിയിട്ടാട്ടോ. ഈ ഗ്രാനൈറ്റ് അത് പഠിക്കുമ്പോൾ നമുക്ക് 3 ശിലയെ പറ്റി പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ശിലകളിൽ 3 എണ്ണം ഏതൊക്കെയാണ്? ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. ആഗ്നേയശില ഇഗ്നിയസ് റോക്ക്, അവസാദശില സെഡിമെൻ്ററി, കായാന്തരിതം മെറ്റാമോർഫിക്. ഓക്കെ, ആഗ്നേയം ഇഗ്നസ്, അവസാദം സെഡിമെൻ്ററി, കായാന്തരിതം മെറ്റാമോർഫിക്. ആഗ്നേയശില നോക്കി, ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗ്നേയശില എന്ന് പറയുന്നത്. ശിലാദ്രവം എന്ത് ചെയ്യുന്നു? തണുത്തുറഞ്ഞ് ഉണ്ടാകുന്ന ശിലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഗ്നേയശില എന്ന് പറയുന്നത്, ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഏതാന്ന് നോക്കി? ഗ്രാനൈറ്റും ബസാൾട്ടുമാണ്. ഏതാണ് എക്സാമ്പിൾ? ഗ്രാനൈറ്റും ബസാൾട്ടും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഗ്രാനൈറ്റ് എന്താണെന്നാ തന്നിരുന്നത്? അവസാദശില എന്നല്ലേ തന്നെ? അത് തെറ്റല്ലേ? അപ്പോൾ ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ആഗ്നേയശിലയാണ്. ഒന്നും കൂടി പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്. ആഗ്നേയശില ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത് ശിലാദ്രവം തണുത്തുറഞ്ഞതാണ്. കിട്ടൂലോ? ആഗ്നേയശില കുറേ നാളായിട്ടല്ലേ? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്നതാണ്. അതിന് എക്സാമ്പിൾ ഗ്രാനൈറ്റും ബസാൾട്ടുമാണ്. ഗ്രാനൈറ്റും ബസാൾട്ട്. ഓക്കെ, ഇനി മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ എന്തറിയപ്പെടുന്നു? പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഗ്നേയ ശിലകളാണ്. ഇനി അവസാദശില സെഡിമെൻറ്റ്സ് അതെന്താ പറ്റുന്നത്? എങ്ങനെയുണ്ടാവുക സെഡിമെൻറ്റ്സ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന് പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്തു. കണ്ടോ? ക്ഷയിച്ച് പൊടിയുന്നു. അങ്ങനെ ഉണ്ടാവുന്നതാണ് അവസാദശില, സെഡിമെൻ്ററി റോക്സ്. അപ്പം കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുന്നു. പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുന്നു. അപ്പോൾ പൊടിയുന്നു, എന്നിട്ടത് പാളിയായിട്ട് മാറുന്നു, എന്നിട്ടത് അവസാദ ശിലയായി മാറും. അതിന് എക്സാമ്പിളാണ് മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ല്. ഏതൊക്കെയാണ്? മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കുശിലകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ സെഡിമെൻ്ററിയും സ്ട്രാറ്റിഫൈഡ് അവസാദ ശിലകളെ തന്നെയാണ് അടുക്കുശിലകൾ എന്നും പറയുന്നത്. ഇനി എന്താണ് കായാന്തരിത ശില അല്ലെങ്കിൽ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. എക്സാമ്പിൾ മാർബിളും സ്ലേറ്റുമാണ്. മർദ്ദം മൂലമോ താപം മൂലമോ എങ്ങനെ മാറാം? ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ് കായാന്തരിത അല്ലെങ്കിൽ മെറ്റാമോർഫിക്. എക്സാമ്പിൾ മാർബിള്. കായാന്തരിത, മെറ്റാമോർഫിക് ഏതാണ്? മാർബിളും സ്ലേറ്റും. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏതാണ്? കായാന്തരിത ശിലയാണ്. അപ്പം
ആഗ്നേയം, അവസാദം, കായാന്തരിതം. അതിൻ്റെ എക്സാമ്പിൾ നോക്കുക, അതെന്താണെന്നുള്ളത് പഠിച്ചും വയ്ക്കണം. ഇനി രണ്ടാമത്തെ ആഗോളതാപനം നമ്മൾ എന്താണ് പറഞ്ഞത്? നൈട്രസ് ഓക്സൈഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ? നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹ വാതകമാണെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കാര്യം നോക്കി. ആഗോള താപനില സാരമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യ പ്രവർത്തനങ്ങളുടെ ഫലമായി പുറന്തള്ളപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡാണ് ഉത്കണ്ഠയുളവാക്കുന്ന പ്രധാന കാര്യം. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഫോസിൽ ഇന്ധനം കത്തിക്കുന്നതിലൂടെ ഈ വാതകം വൻതോതിൽ അന്തരീക്ഷത്തിലെത്തുന്നു. കാർബൺ ഡൈ ഓക്സൈഡും അന്തരീക്ഷത്തിൽ കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന വാതകങ്ങളായ മീഥെയ്ൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ, നൈട്രസ് ഓക്സൈഡ് എന്നിവയും ഹരിതഗൃഹ വാതകങ്ങൾ. ഇപ്പം നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹരിതഗൃഹ വാതകമാണ്. അത് ശരിയാണ്. ഈ വാതകങ്ങൾ ആഗോളതാപനത്തിന് ആക്കം കൂട്ടുന്നു. ഈ വാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ കൂടുതൽ ദീർഘതരംഗങ്ങളെ ആഗിരണം ചെയ്യുന്നതിനും ഹരിതഗൃഹ പ്രഭാവം വർദ്ധിപ്പിക്കുന്നതിനും പ്രാപ്തമായവയാണ്. ആഗോളതാപനം മൂലം ധ്രുവങ്ങളിലെ ഹിമാവരണവും പർവ്വതങ്ങളിലെ ഹിമാനികൾ ഉരുകുന്നതും തന്മൂലം സമുദ്രത്തിൻ്റെ ജലനിരപ്പ് ഉയരുന്നതും കാരണമാകും എന്ന് കരുതപ്പെടുന്നു. ഇനി നമുക്ക് അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു എന്ന് ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. അത് തെറ്റാണല്ലേ? ഓപ്ഷൻ ഒന്നാമത്തെ അതെന്താണ്? തെറ്റാണ്. നമുക്കപ്പോൾ ബാക്കിയുള്ള എല്ലാം ഒന്ന് പഠിക്കാം. എന്നാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ എന്നൊക്കെ. അതിന് മുമ്പ് ഇവിടെ വേറൊരു പിക്ചറുണ്ട്. എവിടെയാണ്? നോക്കിയേ, ഇവിടെ ഏറ്റവും താഴെ ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. കണ്ടുല്ലോ? ഇവിടെ സ്ട്രോട്ടോസ്ഫിയറിന് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് ട്രോപ്പോപാസ്, സ്ട്രാറ്റോസ്ഫിയർ കഴിഞ്ഞിട്ട് സ്ട്രാറ്റോപാസ്, മിസോസ്ഫിയർ കഴിഞ്ഞ് മിസോപാസ്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം ഓരോന്നും. ആദ്യം ട്രോപ്പോസ്ഫിയർ. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്തരീക്ഷ മണ്ഡലം ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ഏകദേശം 13 കിലോമീറ്റർ ആണ്. മധ്യരേഖ ഇത് നോക്കിയാൽ ഭൂമിയോട് ചേർന്നിട്ടോ, ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് 13 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ ട്രോപ്പോസ്ഫിയറിന് കൂടുതൽ ഉയരമുണ്ട്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് നടക്കുന്നത്. അത് അടുത്ത തവണ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ, അല്ലേ? മേഘരൂപണം ഇതൊക്കെ എവിടെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെയാണ് നടക്കുന്നത്, ശരിയാണോ തെറ്റാണോ എന്ന രീതിയിൽ ചോദിക്കാം. അപ്പം മേഘരൂപീകരണം, മഞ്ഞ്, മഴ, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം ഈ മണ്ഡലത്തിലാണ് സംഭവിക്കുന്നത്. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. എന്താ പറയുന്നത്? ഓരോ 165 മീറ്റർ ഉയരത്തിനും 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കുറയുന്നു, താപം കുറഞ്ഞു വരുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് സംക്രമണ മേഖലകൾ? പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് പറയുന്നത്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നീ മണ്ഡലങ്ങൾക്കിടയിലായി നമ്മൾ കണ്ടല്ലേ എന്തൊക്കെയുണ്ട്? ട്രോപ്പോപാസ്, സ്ട്രാറ്റോപാസ്, മിസോപാസ് എന്നീ സംക്രമണ മേഖലകളുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്? ട്രോപ്പോസ്ഫിയർ ആണ്. ഏകദേശം 13 കിലോമീറ്റർ കേട്ടോ. പിന്നെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഈ ട്രോപ്പോസ്ഫിയറിലാണ് നടക്കുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എന്താണ്? ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നു. ട്രോപ്പോസ്ഫിയറിൽ തുടങ്ങിയിട്ട് 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. അവിടെ എന്ത് സംഭവിക്കുന്നില്ല? താപത്തിനൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഈ മേഖലയെ
സമതാപ മേഖല എന്നറിയപ്പെടുന്നു. എങ്ങനെ വിളിക്കുന്നു? സമതാപ മേഖല. ഈ മേഖല എങ്ങനെ അറിയപ്പെടുന്നു? സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. ഓസോൺ പാളി ഹാനികളായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് ഭൂമിയിലെത്താതെ നിയന്ത്രിക്കുന്നു. അപ്പോൾ എവിടെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. എവിടെയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? സ്ട്രാറ്റോസ്ഫിയറിൽ. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായുവറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്നു. അവിടെയാണ് ജെറ്റ് വിമാനങ്ങളും കേട്ടോ. പിന്നെ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയെ സ്ട്രാറ്റോപാസ് എന്ന് പറയുന്നു. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ളത് എന്തായിരുന്നു? ട്രോപ്പോപാസ് ആയിരുന്നു. ഇനി എന്താണ് മിസോസ്ഫിയർ? മിസോസ്ഫിയർ ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത്. 50 to 80. ഇനി ഉയരത്തിനനുസരിച്ച് താപം ഇവിടെ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില മിസോപാസിലാണ് അനുഭവപ്പെടുന്നത്. അപ്പം അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില എവിടെ അനുഭവപ്പെടുന്നു? മിസോപാസിലാണ് അനുഭവപ്പെടുന്നത്. ഉൽക്കകൾ മിസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു. അപ്പം ഘർഷണം, ഉൽക്കകളൊക്കെ എവിടെ വെച്ചിട്ടാണ്? മിസോസ്ഫിയറിൽ വെച്ചിട്ടോ. മിസോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ഏതായിരിക്കും? മിസോപാസ് ആണ്. ലാസ്റ്റ് തെർമോസ്ഫിയർ ഏകദേശം 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്നു. ഉയരും തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്നു. ഉയരും തോറും എന്ത് ചെയ്യുന്നു? താപനില വർദ്ധിക്കുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്ത് അയോണോസ്ഫിയർ. തെർമോസ്ഫിയറിൻ്റെ താഴത്തെ ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു? അയണോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അയണോസ്ഫിയർ റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നു. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നത് ഏതാണ്? അയണോസ്ഫിയർ ആണ് കേട്ടോ. അയണോസ്ഫിയർ. ഇനി ഇവിടെ ഒരു ബോക്സ് നോക്കി. അയണോസ്ഫിയർ എന്താ നോക്കി? അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് അയോണീകരണമെന്നും ഈ മണ്ഡലത്തെ എന്ത് പറയുന്നു? അയണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുത കാന്തിക തരംഗങ്ങളായതിനാൽ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. ഓക്കെ, അപ്പോൾ റേഡിയോ തരംഗം എവിടെയാണ്? അയണോസ്ഫിയർ. കിട്ടിയല്ലോ? ഈ പിക്ചർ ഓർത്ത് വയ്ക്കുക കേട്ടോ. അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എന്താണ് ട്രോപ്പോസ്ഫിയർ 13, 18, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ, 80 മുതൽ അത് ഓർത്ത് വയ്ക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ ഓക്കെ, അടുത്ത ചോദ്യം 4 ഓപ്ഷനും നമ്മൾ പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്ന മറ്റേ നദിയുടെ അത് കറക്റ്റായിട്ടുള്ളതാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ എവിടെയാണ്? ദേവപ്രയാഗിൽ വെച്ചാണ് കൂടിച്ചേരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജലപ്രവാഹം ഏതാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ഇത് 9ാം ക്ലാസ്സിൽ SCRT-യിലുള്ളതാണ്. ഏതാണ് ആൻസർ വരുന്നത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജലപ്രവാഹമാണ് അഗുൽഹാസ് പ്രവാഹം. ഏതാണ് അഗുൽഹാസ്? ഇത് നമുക്കൊരു ഇതുപോലെ മാപ്പ് തന്നിട്ടുണ്ട് ആ ടെക്സ്റ്റിൽ. ഇന്ത്യൻ ഓരോ സമുദ്രത്തിലെയും ജലപ്രവാഹങ്ങൾ, പസഫിക്കിലെ ജലപ്രവാഹം എന്നൊക്കെ പറഞ്ഞ് അത് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് തൽക്കാലം ഇത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊരു സിമ്പിൾ ടോപ്പിക്, ഷോർട്ട് ടോപ്പിക്കായിട്ട് നമുക്കിത് ഈ ഒരു ടോപ്പിക്ക് മാത്രം എടുത്തൊരു ക്ലാസ് ചെയ്യാം. ഓക്കെ, എല്ലാം ഇതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ അത് തന്നെയാണ് നമ്മളിവിടെ നോക്കുന്നത് കേട്ടോ. നോക്കി, ഇപ്പം നമ്മൾ പറഞ്ഞ അഗുൽഹാസ് പ്രവാഹം കണ്ടോ? അഗുൽഹാസ് പ്രവാഹം. പിന്നെ ഏതാണ്? പശ്ചിമ ആസ്ട്രേലിയൻ പ്രവാഹമാണ് ഇവിടെ. പശ്ചിമ ആസ്ട്രേലിയൻ പ്രവാഹം. പിന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പ്രവാഹം, ദക്ഷിണ മധ്യരേഖ പ്രവാഹം. ഇവിടെ പശ്ചിമവാദ പ്രവാഹം. അപ്പോൾ അഗുൽഹാസും പശ്ചിമ ഓസ്ട്രേലിയൻ പ്രവാഹവും ഓർത്തു വയ്ക്കും. ഇതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഉണ്ട് കേട്ടോ. നമുക്ക് ടെക്സ്റ്റിൽ അത് മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയ ക്ലാസ് എന്ന രീതിയിൽ ചെയ്യാം. ഓക്കെ, 9ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അത് ശരിയാണ് അല്ലേ?
ഇനിയോ തമിഴ്നാട്ടിലെ കൂടംകുളത്തൊരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. അത് തെറ്റാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണോ? അല്ല, അത് തെറ്റാണ്. സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയാണല്ലേ. സത്ലജ് ഏതിൻ്റെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. ആദ്യം നോക്കിയാൽ ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ SCRT ഫാക്റ്റിലുള്ളത് എന്തൊക്കെയാണ്? താരാപൂർ എവിടെയാ? മഹാരാഷ്ട്ര. താരാപൂർ മഹാരാഷ്ട്ര. റാവത്ത് ഭട്ട രാജസ്ഥാൻ. റാവത്ത് ഭട്ട രാജസ്ഥാൻ. താരാപൂർ മഹാരാഷ്ട്ര. റാവത്ത് ഭട്ട രാജസ്ഥാൻ. കൽപ്പാക്കം കൂടംകുളം എവിടെയാണ്? തമിഴ്നാട്. അപ്പോൾ ആണവോർജ്ജ നിലയമാണ് കേട്ടോ. കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്. എന്താണ്? ആണവോർജ്ജ നിലയം. കൈഗ കർണാടക. കാക്രപ്പാറ ഗുജറാത്ത്. നറോറ ഉത്തർപ്രദേശ്. അപ്പോൾ താരാപൂർ മഹാരാഷ്ട്ര, റാവത്ത് ഭട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം തമിഴ്നാട്, കൈഗ കർണാടക, കാക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. നറോറ ഉത്തർപ്രദേശ്. ഇനി അപ്പോൾ ആ ഒരു തമിഴ്നാട്ടിലെ ഇതായി റിലേറ്റ് ചെയ്ത് ഭൗമതാപോർജ്ജ അല്ല, എന്താണ് കൂടംകുളത്തുള്ളത്? ആണവോർജ്ജ നിലയമാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഗുജറാത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ഗാന്ധിനഗർ അല്ലേ. ഗുജറാത്തിൻ്റെ അഹമ്മദാബാദ് അല്ല, ഗാന്ധിനഗർ ആണ്. ഇനി ഇവിടെ നോക്കിയേ, നമ്മൾ പറഞ്ഞു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അത് കറക്റ്റാണെന്ന് പറഞ്ഞു. അപ്പം നമുക്കതൊന്ന് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റിലുള്ളതാണ്. അത് വെച്ചൊന്ന് നോക്കാം. ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? അപ്പം ഇന്ത്യയിലെ സമയം നിർണ്ണയിക്കാനുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഗ്രീനിച്ച് എന്ന് പറയുന്നത് 0, ഇന്ത്യ അത് രണ്ടും രേഖാംശീയ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാ? 82.5 മിനിറ്റ് ആണ് അല്ലേ. 82.5 മിനിറ്റ്. അപ്പോൾ ഗ്രീനിച്ച് 0 ഡിഗ്രി, മറ്റേത് 82.5 മിനിറ്റ്. ഇനി 15 രേഖാംശത്തിന് സമയവ്യത്യാസം എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്ന് വെച്ചാൽ 1 മണിക്കൂറാണ്. 15 രേഖാംശത്തിന് സമയവ്യത്യാസം എത്രയാണ്? 1 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ 82.5 രേഖാംശത്തിൻ്റെ സമയവ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? 82.5/15 ചെയ്യുമ്പോൾ നമുക്ക് 5.5 മണിക്കൂറെന്ന് കിട്ടും. അപ്പോൾ ഗ്രീനിച്ചിൻ്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ, എവിടെയാണ്? ഗ്രീനിച്ചിൻ്റെ കിഴക്കാണ് അല്ലേ. 82.5 ഡിഗ്രി ഈസ്റ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ കിഴക്കായിട്ട് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5.5 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം എന്ന് പറയുന്നത്. അതായത് ഗ്രീനിച്ച് സമയത്തിൻ്റെ കൂടെ എത്രയാണോ സമയ വ്യത്യാസം 5.5 എന്നുള്ളത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ 12 മണി നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 12ൻ്റെ കൂടെ 5.5 കൂട്ടുമ്പോൾ 5.5 PM എന്ന് കിട്ടും. അടുത്ത 10ാമത്തെ ചോദ്യം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ, ഇതും 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? അറ്റ്ലാന്റിക് മേഖലയിലുള്ളത് ഹരിക്കെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ അല്ലേ, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ. അപ്പോൾ അതിൽ അറ്റ്ലാന്റിക് മേഖലയിലുള്ളത് ഏതാണ്? ഹരിക്കെയിനാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ഹരിക്കെയിൻ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളത് ഏതാണ്? സൈക്ലോൺ ആണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ളതിന് എന്ത് പറയുന്നു? സൈക്ലോൺ. അറിയപ്പെടുന്ന പേരെന്താണ്? സൈക്ലോൺ. അറ്റ്ലാന്റിക് ആവുമ്പോൾ ഏതാണ്? ഹരിക്കെയിൻ. അറ്റ്ലാന്റിക് ആവുമ്പോൾ ഹരിക്കെയിൻ. ഇനി പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രത്തിൽ ഏതാണ്? പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം. പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം. അവിടെ എന്താവുന്നു? അവിടെ അറിയപ്പെടുന്നത് വില്ലി വില്ലീസ് എന്നാണ്. വില്ലി വില്ലീസ്. ഇനി ഒരെണ്ണോടി ഉണ്ടല്ലോ നമ്മുടെ ഏതാണ്? ടൈഫൂൺ എവിടെയാണ്? അത് പശ്ചിമ ശാന്തസമുദ്ര പ്രദേശവും തെക്കൻ ചൈന കടലിലും അതിനെ എന്തറിയപ്പെടുന്നു?
ടൈഫൂൺ എന്നറിയപ്പെടുന്നു. എങ്ങനെ അറിയപ്പെടുന്നു? ടൈഫൂൺ. ഇതല്ലേ നമ്മുടെ ഓപ്ഷൻസിലുള്ള 4 എണ്ണം നോക്കി. ഇന്ത്യൻ മഹാസമുദ്രം, ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അറിയപ്പെടുന്നത് സൈക്ലോൺ എന്ന്, അറ്റ്ലാന്റിക് ആണെങ്കിൽ ഹരിക്കെയിൻസ് എന്ന്. ഇനി പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രമാണെങ്കിൽ വില്ലീസ് എന്നും, പശ്ചിമ ശാന്ത സമുദ്ര പ്രദേശം അല്ലെങ്കിൽ തെക്കൻ ചൈന കടലിലും എങ്ങനെ അറിയപ്പെടുന്നു? ടൈഫൂൺ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് ട്രോപ്പിക്കൽ സൈക്ലോൺ, ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ കേട്ടോ, അതിൽ വരുന്നതാണ്. ഈ വില്ലീസ് വീശുന്നത് എവിടെയായിരിക്കും? നമ്മൾ പറഞ്ഞു പശ്ചിമ ഓസ്ട്രേലിയൻ സമുദ്രം. അപ്പോൾ വില്ലീസ് എവിടെയായിരിക്കും വീശുന്ന സ്ഥലം? ഓസ്ട്രേലിയ അല്ലേ? ഓസ്ട്രേലിയ എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഹരിക്കെയിൻ വീശുന്നതോ? ഹരിക്കെയിൻ വീശുന്നത് വെസ്റ്റ് ഇൻഡീസ്. ഹരിക്കെയിൻ വെസ്റ്റ് ഇൻഡീസ്. ഓക്കെ. ഈ ടൊർണാഡോ വീശുന്നത് എവിടെയാണ്? ടൊർണാഡോ അത് അമേരിക്കയാണ് കേട്ടോ. ടൊർണാഡോ അമേരിക്ക. ടൊർണാഡോ മൂലം ഏറ്റവും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണെന്ന് വെച്ചാൽ അമേരിക്കൻ ഐക്യനാടുകളാണ്. ഏറ്റവും പ്രക്ഷുബ്ധമായ അന്തരീക്ഷ പ്രതിഭാസവും ഏതാണ്? ടൊർണാഡോയാണ് കേട്ടോ. ടൊർണാഡോ. അപ്പോൾ ഇത്രയല്ലേ ഇന്നുള്ളൂ? ഇന്ന് ഇത്രയേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്